നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലൂടെ. നിലമ്പൂർ മലപ്പുറത്തിന്റെ കിഴക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ചൂടൻ മണ്ഡലം. ഓരോ തിരഞ്ഞെടുപ്പിലുമുള്ള മാറ്റങ്ങൾ, ഉത്കണ്ഠകൾ, അപ്രതീക്ഷിത നിമിഷങ്ങളിലൂടെ മാറിമറിയുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ, ഇതൊക്കെയാണ് നിലമ്പൂരിനെ ശക്തി പകരുന്നത്. ചാലിയാർ പുഴയുടെ കരയെ പങ്കിടുന്ന നിലമ്പൂരിനെ ശാന്തമായി ഒഴുകുന്നതിനേക്കാൾ ഉപരി കാലവർഷത്തിൽ വന്യമായി കുത്തിയൊഴുകുന്ന ചാലിയാർ പുഴ പോലെയാണ് നിലമ്പൂരിലെ രാഷ്ട്രീയവും. 1957 ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ നിലമ്പൂരിൽ ശക്തമായ മത്സരം രൂപപ്പെട്ടു. കാലചക്രം ഉരുണ്ടു തുടങ്ങിയപ്പോൾ LDFും UDFും തമ്മിലുള്ള ശക്തമായ പോരാട്ടമായി തീരുകയും ചെയ്തു. CPM, UDF, മുസ്ലിം ലീഗ് എന്നിവർ മാറി മാറി നിലമ്പൂരിന്റെ ഭരണചക്രം തിരിച്ചുകൊണ്ടിരുന്നു. പ്രതിരോധവും തിരിച്ചടിയുമായിരുന്നു നിലമ്പൂർ നിയോജക മണ്ഡലം. കേരളത്തിലെ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ള ആദ്യത്തെ MLA ആയ K. കുഞ്ഞാലി. ഇന്ത്യൻ വ്യോമസേനയിൽ സേവനമനുഷ്ഠിച്ച കുഞ്ഞാലി ബാക്കി തന്റെ ജീവിതം രാഷ്ട്രീയ പ്രവർത്തനത്തിന് സമർപ്പിച്ചു. രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതോടുകൂടി സമരവും സേവനവും ചേർന്ന ഒരു നേതാവായി വളർന്നു. 1965 ആദ്യമായി കുഞ്ഞാലി നിലമ്പൂരിന്റെ MLA ആയി. പിന്നീട് 1967 വീണ്ടും MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. CPM നേതാവായിരുന്ന കുഞ്ഞാലി അതിശയകരമായ വിധം ജനപിന്തുണയോടുകൂടിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ 1969 കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഒരു കറുത്ത അധ്യായമായി മാറി കുഞ്ഞാലി. ജൂലൈ 26 നിലമ്പൂരിലെ ചുള്ളിയോട് എസ്റ്റേറ്റിൽ നടന്ന തൊഴിലാളി യോഗം കഴിഞ്ഞ് അദ്ദേഹം വാഹനത്തിൽ കയറുന്ന സമയം എതിർഭാഗത്തുള്ള കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ നിന്നും തന്റെ മുഖത്തേക്ക് ടോർച്ചടിച്ചവനെ ആരടാ എന്ന ഉറച്ച ശബ്ദത്തിൽ പ്രതികരിച്ചപ്പോൾ മറുപടി വന്നത് ഇരുട്ടിൽ നിന്നും വന്ന ഒരു വെടിയുണ്ടയായിരുന്നു. നെഞ്ചിൽ വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞാലിയെ ആദ്യം നിലമ്പൂർ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും എത്തിച്ചു. ഒടുവിൽ 1969 ജൂലൈ 29 രാവിലെ 10:00 അദ്ദേഹം രക്തസാക്ഷിയായി. ശേഷം നിരവധി ആളുകളുടെ പേരിൽ പോലീസ് കേസെടുത്തു. അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അരിയൂർ സ്വദേശിയായ ആര്യാടൻ മുഹമ്മദ്. അന്ന് 35 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. മുസ്ലിം ലീഗിൽ നിന്നും കോൺഗ്രസിലേക്ക് മാറി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ സമയത്തായിരുന്നു ഈ സംഭവം നടന്നത്. സാക്ഷികളുടെ മൊഴിയിൽ ആക്രമണം നടന്നപ്പോൾ ആ പ്രദേശത്ത് ആര്യാടൻ ഉണ്ടായിരുന്നു എന്ന ആരോപണം ഉയർന്നു. ചിലർ ആരോപിച്ചത് പാർട്ടികൾ തമ്മിലുള്ള തർക്കങ്ങൾക്കും തൊഴിലാളി വിഷയങ്ങൾക്കുമായി കുഞ്ഞാലിയുമായി ശത്രുത ഉണ്ടായിരുന്നു എന്നാണ്. ആദ്യഘട്ടത്തിൽ 10-ലധികം പേർ സാക്ഷിമൊഴികൾ നൽകി. ഇതിൽ പലരുടെയും മൊഴികൾ വ്യത്യസ്തമാവുകയും സംശയാസ്പദമായി വിലയിരുത്തപ്പെടുകയും ചെയ്തു. ആര്യാടൻ മുഹമ്മദ് നേരിട്ട് വെടിയുതിർക്കുകയോ ആക്രമണം ആസൂത്രണം ചെയ്യുകയോ ചെയ്തതായി നല്ല രീതിയിലുള്ള തെളിവ് ഹാജരാക്കുവാൻ കഴിഞ്ഞില്ല. അതോടെ വിചാരണയ്ക്കിടെ കോടതി സാക്ഷികളുടെയും തെളിവുകളുടെയും വിശ്വാസ്യതയിൽ സംശയം പ്രകടിപ്പിച്ചു. കേസിന്റെ അന്വേഷണത്തിലും തെളിവുകളിലും ഉള്ള ദൗർബല്യങ്ങൾ കണ്ടെത്തിയ കോടതി ആര്യാടൻ മുഹമ്മദിനെയും കൂട്ടരെയും 1970 കുറ്റവിമുക്തരാക്കി. കേസിൽ നിന്ന് മോചിതനായ ആര്യാടൻ മുഹമ്മദ് പിന്നീട് രാഷ്ട്രീയത്തിൽ സജീവമായി. 1970 നിലമ്പൂരിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിക്കുകയും പിന്നീട് സംസ്ഥാന സഹമന്ത്രിയായി വരെ ഉയരുകയും ചെയ്തു. K. കുഞ്ഞാലിയുടെ മരണം രാഷ്ട്രീയ പാരമ്പര്യത്തിനും പാർട്ടികളിലെ നിലമ്പൂരിലെ രാഷ്ട്രീയ കണക്കുകളിലെയും മാറ്റിമറിച്ച സംഭവമായിരുന്നു. പ്രതിരോധവും തിരിച്ചടികളും നിറഞ്ഞ നിലമ്പൂർ നിയമസഭയിൽ ചില കാലഘട്ടങ്ങളിൽ സ്വതന്ത്രന്മാരുടെ ശക്തി പ്രകടനവും ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. ഏറ്റവും ശ്രദ്ധേയമായത് 2021 തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി വിജയിച്ച PV അൻവറിന്റെ വിജയമായിരുന്നു. അദ്ദേഹത്തിന്റെ ജനാധിപത്യ ശൈലി, പ്രചാരണ രീതി, സാമൂഹ്യ മാധ്യമങ്ങളിലെ സാന്നിധ്യം മുതലായവ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാൻ ഇടയായി. എന്നാൽ സ്വതന്ത്രനായിരുന്നാലും LDFന്റെ പിന്തുണയോടെ വിജയിച്ചു എന്ന വിമർശനങ്ങൾ ഉണ്ടായി. 2025 LDF മുന്നണിയുമായി പിണങ്ങിയ അൻവർ രാജി നൽകുകയും നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പിനും കൂടി വേദിയാവുകയും ചെയ്തു. LDF സ്ഥാനാർത്ഥിയായി M. സുരാജും UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തും PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി, K. സുധാകരൻ, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ UDFന് ശക്തി പകരാൻ മണ്ഡലത്തിൽ ഇറങ്ങിയപ്പോൾ പിണറായി വിജയൻ, വിജയരാഘവൻ, മുരളി, തുമ്മാരുകുടി എന്നിവർ LDFനായി രംഗത്തിറങ്ങി. അതേസമയം PV അൻവറിന് വേണ്ടി തൃണമൂൽ കോൺഗ്രസ് MP മുൻ ക്രിക്കറ്റ് താരം യൂസഫ് പഠാൻ മണ്ഡലത്തിൽ പര്യടനം നടത്തി. ക്രിസ്ത്യൻ ഹിന്ദു ഇടനില വോട്ടുകൾ ആരെ സ്വാധീനിക്കുന്നു എന്ന് ജൂലൈ 19 നമുക്ക് പോളിംഗ് ബൂത്തിൽ കാണാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തെ മാറ്റാൻ കഴിവുള്ള അടുത്ത വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു നേർചിത്രമായിട്ടായിരിക്കും. രാഷ്ട്രീയ ചതുരംഗ കളിയിൽ വെട്ടി വിജയക്കൊടി പാറിക്കുന്നയാൾക്ക് NBNIയുടെ അഡ്വാൻസ് വിജയാശംസകൾ. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.